ബിഗ് ബോസിനെ കടത്തി വെട്ടിക്കൊണ്ട് എന്റെ പൊന്നു മക്കളെ വരാൻ പോവാണ് മറ്റൊരു റിയാലിറ്റി ഷോ. ബിഗ് ബോസിന് ഇത് കനത്ത തിരിച്ചടി തന്നെ ആയിരിക്കും. ബിഗ് ബോസ് 25 കണ്ടസ്റ്റൻസിനെ വെച്ചാണ് മത്സരിപ്പിക്കുന്നതെങ്കിൽ 50 കണ്ടസ്റ്റൻസിനെ വെച്ച് നിങ്ങൾക്ക് വീടല്ലേ ഉള്ളൂ, നമ്മൾ മാൻഷനിൽ വലിയ റിസോർട്ടിൽ വെച്ച് നടത്തുന്ന ഗെയിം 50 ദിവസത്തെ ഗെയിമാണ്. ഈ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഷോയിൽ ജയിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഈ കാശ് എടുക്കാൻ പറ്റത്തില്ല. അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗെയിം കളിക്കാൻ വരേണ്ടത്. മനസ്സിലായോ? ഓരോ ദിവസവും ഓരോ ആൾ വീതം ഔട്ട് ആവുന്ന ബിഗ് ബോസ് പോലത്തെ, എന്നാൽ ബിഗ് ബോസിനെക്കാളും അടിപൊളിയായിട്ടുള്ള ഗെയിം വരാൻ പോവാണ്. നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങളെന്ന് ഞാൻ പറയാം. വരുന്ന മക്കളെ, ദ 50 അപ്ഡേറ്റ്സുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. ആദ്യം ബിഗ് ബോസിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞിട്ട് ഇതിലോട്ട് വരാം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ 7 ലാംഗ്വേജിൽ ബിഗ് ബോസ് ഉണ്ട്. മലയാളം ബിഗ് ബോസ്, തമിഴ് ബിഗ് ബോസ്, തെലുങ്ക് ബിഗ് ബോസ്, കന്നഡ ബിഗ് ബോസ്, മറാത്തി ബിഗ് ബോസ്, ബംഗ്ലാ ബിഗ് ബോസ്, അതുപോലെ ഹിന്ദി ബിഗ് ബോസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ നിലവിലുള്ള 7 ലാംഗ്വേജസിലെ ബിഗ് ബോസ്. ഇനി പുറത്തെ നമുക്കറിയാം, ഈ ബിഗ് ബോസിന്റെ ഒറിജിനൽ വെർഷൻ ബിഗ് ബ്രദർ ആണ്, അല്ലെ? ബിഗ് ബ്രദറിൽ നിന്നാണ് ബിഗ് ബോസ് വന്നത്. അതുപോലെ തന്നെ ഒരു റിയാലിറ്റി ഷോ ആണ് ഇനി പുതുതായിട്ട് വരാൻ പോകുന്നത്. അതിന്റെ പേര് ദ 50, THE, ദ 50. ദ 50 എന്നാണ് ആ റിയാലിറ്റി ഷോയുടെ പേര്. ബിഗ് ബോസിന് കണ്ണല്ലേ ലോഗോ, ഇതിന്റെ ലോഗോ ഒരു സിംഹത്തലയാണ്. എന്താണ് ഈ ഗെയിം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിന്റെ ഒറിജിനൽ വെർഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആവും. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനെ കാലും അടിച്ച് തിമിർക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. ഇതിനകത്ത് ടോട്ടൽ 50 കണ്ടസ്റ്റൻസ് ആണുള്ളത്. 50 കണ്ടസ്റ്റൻസ്, സെലിബ്രിറ്റീസ്, ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെ തന്നെ ബാക്കിയുള്ള റിയാലിറ്റി ഷോസിൽ വന്നിട്ടുള്ള ആൾക്കാർ. ദാറ്റ് മീൻസ് ഭയങ്കര അധികം പോപ്പുലാരിറ്റി ഉള്ള ആൾക്കാരാണ് ഈ ഷോയിൽ വരുന്നത്. വലിയ കൊട്ടാരമാണ് ഇതിന്റെ വീടെന്ന് പറയുന്നത്. മാൻഷൻ ആണ്, മാൻഷൻ. നിങ്ങൾ മാൻഷൻ എന്നൊന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുക അറിയാത്തവര്. അപ്പൊ അറിയാൻ പറ്റും മാൻഷനും നമ്മുടെ ബിഗ് ബോസ് ഹൗസും കൂടെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. നമ്മുടെ ബിഗ് ബോസ് ഹൗസ് എന്താ, അടച്ചിട്ട 4 ഭാഗത്ത് ഒരറ്റത്തോട്ട് പോകാൻ പറ്റാത്ത ഒരു ലെവലിലൊരു സാധനമാണ്. ഒരു എത്ര വലിയ കൊട്ടാരം ആയിക്കോട്ടെ, നമ്മുടെ ഏറ്റവും വലിയ ഹൗസ് ഹിന്ദിയാണ്, അതിനുശേഷം നമ്മുടെ മലയാളമാണ്. ഇത് അതൊന്നുമല്ല, കൊട്ടാരമാണ്. 2, 3, 4, 5 നമ്മളെ ഈ എന്താ പറയാ സിനിമകളിലൊക്കെ കാണുന്ന കണക്ക് പാലസ് ഇല്ലേ, പാലസ് അതേമാതിരി ഇരിക്കും. സ്വിമ്മിംഗ് പൂള്, വിശാലമായ മാൻഷൻ. അതെ, മാൻഷനിൽ വെച്ചിട്ടാണ് ഈ ഗെയിം നടക്കുന്നത്. ബിഗ് ബോസ് പോലെ തന്നെ ഇതിനകത്ത് ഒരാളുണ്ട്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലയണിന്റെ തലയുള്ള ഒരാളാണുള്ളത്. അതായത് ഒരു മനുഷ്യൻ തന്നെയാണ്, നിഗൂഢത നിറഞ്ഞ ഒരാളാണ്. അയാൾ ഫുൾ ടൈം അയാളുടെ തല എന്ത് ചെയ്യും, നമ്മുടെ സ്വർണത്തിന്റെ കളറിൽ ലയണിന്റെ, നമ്മുടെ സിംഹത്തിന്റെ ഒരു മാസ്ക് വെച്ചതുപോലെ, മാസ്ക് എന്നല്ല, ഒരു ഹെൽമെറ്റ് വെച്ചോ, സിംഹത്തിന്റെ ഒരു ഹെൽമെറ്റ് വെച്ച് എങ്ങനെ ഇരിക്കും ഞാൻ, അതുപോലെ ഒരാളാണ്. ഇത് അവരുടെ കൂടെ ആ വീടിനകത്ത് തന്നെ ഉണ്ടാവും. ഇവർക്കൊരു ക്രൂ ഉണ്ടാവും, ഇവരുടെ കൂടെ 5-6 പേരുണ്ടാവും. ഇവരാണ് ഈ കണ്ടസ്റ്റൻസിന് ഗെയിം കൊടുക്കുന്നത്. ഫിസിക്കൽ ടാസ്കുകൾ ഉണ്ടാവും, മൈൻഡ് ടാസ്കുകൾ ഉണ്ടാവും. കൂടുതലും ഫിസിക്കൽ ടാസ്ക് ആണുള്ളത്. നമ്മുടെ ഹിന്ദിയിലെ ഖത്രോം കെ ഖിലാഡി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ മലയാളത്തിൽ അത് പല രീതിയിൽ വന്നിട്ടുണ്ട്. ഡയർ ദ ഫെയർ എന്നും അതുപോലെ തന്നെ സൂര്യയിൽ ഒരു പ്രോഗ്രാം ഒക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഭയങ്കര ഫിസിക്കൽ ടാസ്ക് ആണ്. ബിഗ് ബോസിൽ തരുന്ന മാതിരി ഫിസിക്കൽ ടാസ്കേ അല്ല. ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലാതെ ഇതിനകത്ത് പറ്റത്തില്ല. പിന്നെ മെന്റലി ഫിറ്റ് വേണം. ഈ കുതുകാലി വെട്ടല്, ഏശനി, പരദൂഷണം, നമ്മുടെ ബിഗ് ബോസിലുള്ള പരിപാടി മൊത്തവും ഉണ്ട്. ഇനി ഇതിന്റെ എവിക്ഷൻ പ്രോസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഓരോ ദിവസവും ഓരോരുത്തർ വീതം എവിക്റ്റ് ആവും. അതായത് ടാസ്കുകൾ കൊടുക്കും. ഈ പറയുന്ന ലയൺ എന്നാണെന്ന് തോന്നുന്നു ഇതിന്റെ പേര്. ആ ബിഗ് ബോസ് എന്ന് വിളിക്കുന്ന പോലെ ദ ലയൺ ഉണ്ട്. അപ്പൊ ലയൺ ആണ് ടാസ്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ ടാസ്കിനകത്ത് തോറ്റു കഴിഞ്ഞാൽ, ഡെയിലി ഉള്ള ടാസ്കുകളിൽ തോക്കുന്നതും പോയിന്റ് കുറഞ്ഞതും ആരാണോ ഇവരാണ് ഔട്ട് ആവുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ പവർ കിട്ടുന്ന ആൾക്കാർക്ക്, ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആൾക്കാർക്ക് പവർ ഉണ്ട്, ഇവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും. മാത്രമല്ല ചില സമയങ്ങളിൽ ഈ വിജയിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് നിന്നിട്ട് ചിലവരെ പുറത്താക്കാം, പിന്നെ നോമിനേഷൻ ലിസ്റ്റിലുള്ളവരെ സേവ് ചെയ്ത് വീട്ടിനകത്ത് കയറ്റാം. ഇതാണ് ഈ ഗെയിം. 50 ദിവസമാണ് നിൽക്കുന്നത്. അവസാനം ഒരാൾ വിന്നറാവും. ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഷോയിൽ ജയിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ഷോയിൽ പോയി, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 50 ലക്ഷം ആയിക്കോട്ടെ, 1 കോടി ആയിക്കോട്ടെ, ഈ ക്യാഷ് എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, നമ്മളെ
സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പൊ എനിക്ക് ഇന്ന ഏജൻസിക്ക് കൊടുക്കാനാണ്, അല്ലെങ്കിൽ ഇന്ന ചാരിറ്റിക്ക് കൊടുക്കാനാണ്, അല്ലെങ്കിൽ എൻ്റെ ഇന്ന ഒരു ഫാൻസിന് കൊടുക്കാനാണ്, അങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സ്വന്തമായിട്ട് ഈ കാശ് എടുക്കാൻ പറ്റത്തില്ല. അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗെയിം കളിക്കാൻ വരേണ്ടത്. മനസ്സിലായോ? സ്വന്തമായിട്ട് കാശ് എടുക്കാൻ പറ്റത്തില്ല. അതാണ് ഈ ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് കാശ് കിട്ടുന്നത് ജനങ്ങൾക്കാണ്, അല്ലാതെ അവിടെ നിൽക്കുന്നവർക്കല്ല. അവിടെ നിൽക്കുന്നവർക്ക് ഫെയിം കിട്ടുമായിരിക്കും, പക്ഷേ കാശ് കിട്ടുന്നത് ജനങ്ങൾക്കാണ്. ഇനി ഇത് ഏത് ചാനലിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളേഴ്സ് ടിവിയിലാണ്. നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് നടക്കുന്ന കളേഴ്സ് ടിവിയിലാണ് ഇത് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത മാസത്തോടു കൂടി ഇത് സ്റ്റാർട്ട് ചെയ്യും. 24/7 ജിയോ ഹോട്ട്സ്റ്റാറിലും ഉണ്ടാവും. ജിയോ തന്നെയാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് മറ്റൊരു സത്യമായ ഒരു കാര്യമാണ്. ഇനി ഇതിന്റെ ഒറിജിനല് ഫ്രഞ്ച് ഷോയാണ് സാധനം. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ലെസ് സിംഗ്വാൻറ്റ് എന്നാണ് ഈ ഷോയുടെ പേര്. അതിനകത്ത് ഫ്രഞ്ചിൽ 3 സീസൺ കഴിഞ്ഞു. 2022-ലും 23-ലും 24-ലും ഓരോ സീസൺ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം സ്പാനിഷിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്പാനിഷ് ലാംഗ്വേജിൽ അമേരിക്ക തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ലോസ് 50 എന്നാണ്. ലോസ് 50 എനിക്ക് തോന്നുന്നു ആമസോൺ പ്രൈമിലുണ്ട്, കണ്ടു നോക്കുക. അതിൻ്റെ 2 സീസൺ കഴിഞ്ഞ് ആദ്യത്തെ സീസൺ 2023-ല് 50 ദിവസം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സീസൺ 2024-ല് 47 ദിവസം ഉണ്ടായിരുന്നു. ഇനി ഹിന്ദിയിൽ വരുമ്പോൾ നമുക്ക് കണ്ടറിയാം 50 ദിവസം ഉണ്ടാവും. ഹിന്ദിയിലെ പേരാണ് ദ 50. കണ്ട് തന്നെ അറിയാം. നിങ്ങൾ എക്സൈറ്റഡ് ആണോ കേട്ടോ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. റിവ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു വീക്കിലി എങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിടാൻ നോക്കാം. എന്തായാലും ബിഗ് ബോസിനെ കടത്തി വെട്ടും എന്നുള്ള കാര്യത്തിൽ 1% പോലും ഡൗട്ട് വേണ്ട. കാരണം പ്രത്യേകിച്ച് ഹിന്ദി ബിഗ് ബോസിനെ. കാരണം ഹിന്ദി ബിഗ് ബോസ് 19 സീസണായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 19ാമത്തെ സീസണിന്റെ ഫിനാലെ കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഗൗരവ് കന്നെയാണ് വിന്നർ ആയിട്ടുള്ളത്. എനിക്കത് അൺഫെയർ ആയിട്ടാണ് തോന്നിയത്. കാരണം ഫറാനെ ആയിരുന്നു കുറച്ചും കൂടി എന്താ പറയുക ഫെയർ ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നി. താനിയെ ജയിച്ചു കഴിഞ്ഞാലും ഓക്കെ ആയിരുന്നു. ഇപ്പം അതിനകത്ത് നമ്മുടെ ഫിനാലയിൽ ആരൊക്കെയായിരുന്നു വന്നത്? അമാല്, താനിയ, പിന്നെ എന്തായിരുന്നു പ്രണീത്, ഫറാന, ഗൗരവ്. അപ്പം ഇതിനകത്ത് ഹിന്ദി ബിഗ് ബോസിൽ ഈ പറഞ്ഞതുപോലെ ഫറാന ജയിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ താനിയെ ജയിച്ചിരുന്നെങ്കിലും ഞാൻ ഫെയർ എന്ന് പറഞ്ഞേനെ. ഇത് അവിടെ എന്ത് കണ്ടിട്ടാണ് അവിടെ ഗൗരവ് ജയിച്ചത് എനിക്കൊരു പിടിയുമില്ല മക്കളെ. എനിക്ക് അൺഫെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഹിന്ദി ബിഗ് ബോസ് ഒക്കെ അവർ കണ്ട് മടുത്തിരിക്കുകയാണ്. 19 സീസണായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഷോ വന്നു കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായ അക്സെപ്റ്റൻസ് അവിടെ കിട്ടും. അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ബിഗ് ബോസിന്റെ പുതിയ ലെവൽ കളികളുമായി വരുന്നു. ദ 50 കമ്മിങ് സൂൺ ഓൺ കളേഴ്സ് ടിവി ആൻഡ് ജിയോ ഹോട്ട്സ്റ്റാർ. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം, അതിന്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.